ഹായ് ഗൈസ്. അപ്പോൾ എന്നെ ഒരു 2 ദിവസം മുന്നേ MVD ബുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ, അതായത് 28-ാം തീയതി, ഡിസംബർ 28-ാം തീയതി വൈകുന്നേരം ഒരു 3:30 കാണും. ആ സമയത്ത് പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വണ്ടിയിൽ ലിവർ ഗാർഡ് വെച്ചു. ഞാൻ ആദ്യം വണ്ടി ഒതുക്കാൻ പറഞ്ഞു, വണ്ടി ഒതുക്കിയിട്ട് ബുക്കും പേപ്പറും എല്ലാം കാണിക്കാൻ പറഞ്ഞു. ബുക്കും പേപ്പറും കാണിച്ച്, ലൈസൻസ് കാണിക്കാൻ പറഞ്ഞു, ലൈസൻസ് കാണിച്ച്, എല്ലാത്തിൻ്റെ ഫോട്ടോ ഫോട്ടോ എടുത്ത് ഓക്കെ, തിരിച്ച് കാര്യങ്ങളെല്ലാം തന്ന്. എന്നിട്ട് ഫ്രണ്ടിലെ ലിവർ ഗാർഡ് കണ്ടിട്ട് പറയുവാണ്, ഈ സാധനം എന്തിനാണ് വെച്ചേക്കുന്നത്, ഇത് വഴി പോകുന്നവരുടെ സാരി ഇതിൽ കയറി കുരുങ്ങി ആക്സിഡൻ്റ് ഉണ്ടാകത്തില്ലേ, ഇത് വെക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് ഇത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അത് ഞാൻ അങ്ങനെയല്ല ഞാൻ അത്ര മോശമായിട്ടൊന്നും വണ്ടി ഓടിക്കുന്നില്ല. കാരണം ആ സാരി കുരുങ്ങാൻ വേണ്ടി അവരുടെ അടുത്തുകൂടൊന്നും ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് പോകാറൊന്നുമില്ല. അങ്ങനെയുള്ള മോഷൻ ഡ്രൈവിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. അത് എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ലിവർ, അതായത് നമ്മുടെ ക്ലച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ലിവറോ പൊട്ടാതിരിക്കാൻ വേണ്ടി അത് വെച്ചേക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് നീ എൻ്റെ അടുത്ത് തർക്കിക്കാറായോ? അങ്ങനല്ല, ഇതണക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അതിനുശേഷം പുള്ളിക്കാരൻ ഫുള്ള് ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്ത് ഒരുമാതിരി റോങ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. നീ ഇന്നിനി ഇവിടെ നിന്ന് പോകത്തില്ല, എനിക്കറിയാം എപ്പം വിടണമെന്ന് എനിക്കറിയാം, തൽക്കാലം അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വേറെ വണ്ടിക്ക് നോക്കാനും ബുക്കും പേപ്പറും കാര്യങ്ങളും നോക്കാൻ പോയി. എന്നിട്ട് ഞാൻ പിന്നെ നീ എന്തിനവിടെ നിൽക്കുന്നറിയാമോ, നീ എൻ്റെ കൂടെ എതിർത്ത് സംസാരിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ സാറിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് വെച്ചതിൻ്റെ എൻ്റെ ഒരു ഉപയോഗം, എൻ്റെ യൂസ്, ഞാൻ എൻ്റെയാണത് വെച്ചത്, ഞാൻ സാറിനത് പറഞ്ഞതെന്ന് പറഞ്ഞു. സമ്മതിച്ചിരുന്നില്ല ഈ സാറ്, ഒരു വിധത്തിൽ സമ്മതിച്ചിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ലേഡി ഓഫീസർ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, ആ ഒരു ലേഡി ഓഫീസർ വന്നിട്ട് എന്തു കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്നൊക്കെ ലിവർ ഗാർഡ് വെച്ചിട്ട് ഇങ്ങനെ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ പറയാ, അഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ഇത്രയും, അത് എനിക്കൊന്ന് കൊല്ലത്ത് മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നമെന്ന് തോന്നുന്നു കേട്ടോ. സത്യമുള്ളൂ, സീരിയസ്ലി കൊല്ലത്തെ MVD മാത്രമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നത്. എന്നിട്ട് അങ്ങേര് എൻ്റെ അടുത്ത് 2K കിഡ്സ് 90 കിഡ്സിനൂടെ കളിക്കാൻ നിൽക്കല്ലേ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് 2K കിഡ്സ് 90 കിഡ്സിനൂടെ കളിക്കാൻ നിൽക്കല്ലേ, എന്നിട്ട് നിനക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. എന്നിട്ട് ലാസ്റ്റ് പോകുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂർ അവിടെ പിടിച്ചു നിർത്തി പുള്ളിക്കാരൻ. 2 മണിക്കൂർ പിടിച്ചു നിർത്തിയിട്ട്, അതായത് ഒരു 3:30 പിടിച്ച് 5:30 വരെ 5:15 വരെ കണ്ട് പിടിച്ചു നിർത്തി വണ്ടി. എന്നിട്ട് പുള്ളിക്കാരൻ അവസാനം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറയുക, നിന്നെ എന്നെങ്കിലും എൻ്റെ കൈ കിട്ടും, അന്ന് നിന്നെ ഞാൻ എടുത്തോളാം. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു തെറ്റും ചെയ്യാതെ അതുവഴി പോകുമ്പോൾ ലൈസൻസ് എല്ലാം കാണിച്ചിട്ട് ലിവർ ഗാർഡ് വെച്ചതിന് എൻ്റെ അടുത്ത് പറയുക, ഇത് സാരി കയറി പോരും. അത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ലോജിക്കുള്ളതെന്ന്. ഒരു പിടുത്തമില്ല, എന്ത് ലോജിക്കുള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെന്നെ ആലോചിച്ച് നോക്ക്. ലിവർ ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ സാരി കയറി കുടുങ്ങി ഒരാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാവും? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അത്രയ്ക്ക് മോശമായിട്ടൊന്നും അല്ല ഡ്രൈവ് ചെയ്യുന്നത്, ഞാൻ മാന്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മോശമായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിൽ ആ ഒരു പ്രശ്നം വരുത്തുള്ളൂ. അതുമില്ല, ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്യാറുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട്, പിന്നെ പുള്ളിക്കാരെ ഞാനൊക്കെ 10,000 രൂപയാണെങ്കിൽ ഞാനൊക്കെ പെറ്റടിച്ച് വരാൻ പോവുക, അങ്ങനെ നീ പൈസ അടച്ചിട്ട് പോയാൽ നീ മറിച്ചതെന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. നമ്മൾ വണ്ടി എങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നോ അതുപോലെ കൊണ്ടു നടക്കണം. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും പാടില്ല. ഇതിനൊക്കെ നീ ബാക്കിലും ക്യാരിയറും വെച്ചിട്ടുണ്ട്, അതും ഞാൻ എല്ലാം കൂടെ എനിക്ക് 10,000 രൂപ ഇട്ടിടിക്കുക, അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങ് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം പോകാൻ നേരത്തെ ഇതേപോലെ, എനിക്ക് നിന്നെ കിട്ടും, ഞാൻ അപ്പം നിന്നെ എടുത്തോളാം, ഇങ്ങനെ. അതായത് കേരളത്തിൽ ഇപ്പം വേറൊന്നുമില്ല പ്രശ്നം. വണ്ടിയിൽ ഞാനൊരു കാര്യം ചോദിച്ചു, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും സീരിയസ്ലി ഗൈസ്. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഓടിച്ച് കഴിഞ്ഞാൽ നമ്മളതിന് ടെമ്പർ ഗ്ലാസ്സും അതുപോലെ തന്നെ പൗച്ച് ഒട്ടിച്ച് നമ്മൾ സൂക്ഷിക്കൂലേ, അതുപോലെ നമ്മുടെ വണ്ടിക്ക് നമ്മൾ ക്രാഷ് ഗാർഡും അതുപോലെ തന്നെ ഒരു ലിവർ ഗാർഡും മേടിച്ച് വെച്ചാൽ അതിലൊക്കെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊന്നും മനസ്സിലാവുന്നില്ല ഇവിടുത്തെ കേരളത്തിലെ MVDയുടെ റിവ്യൂസ്. ഞാൻ
കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ആ സ്ഥലത്തൂടെയൊക്കെ ഇവിടെയൊക്കെ ഈ ഒരു 4-5 സംസ്ഥാനത്തൂടെ പോയപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ കൊല്ലത്തെത്തിയപ്പോഴാണ് ഇത്രയും പ്രശ്നം. ഒരു ലിവർ ഗാർഡ് വെച്ചതിന് 10,000 രൂപ പെറ്റി അടിച്ച് തരും. നിന്നെ എനിക്ക് എപ്പോഴെങ്കിലും നിൻ്റെ കയ്യിൽ കിട്ടും. നിന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ എന്നിട്ട് സംസാരം 2K കിഡ്സ് 90 കിഡ്സിനോട് കളിക്കാൻ നിൽക്കല്, ഇപ്പോഴുള്ളവന്മാർക്കെല്ലാം ഭയങ്കര ചൊറിയ എന്നൊക്കെയാണ് MVD പറയുന്നത്. അതുപോലെ തന്നെ ലിവർ ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ വഴി പോകുന്നവരുടെ സാരി കുടുങ്ങി ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്ന്. എനിക്ക് ഒരു ലോജിക്കും ഇല്ലാതെ എന്തൊക്കെയോ ഫൈൻ അടിച്ച് കൊടുക്കണം, ആരെങ്കിലുമൊക്കെ പറ്റിച്ച് ഇങ്ങനെ ഖജനാവ് നിറയ്ക്കണമെന്ന് ആലോചിച്ച് ജീവിക്കുന്ന കുറേ എണ്ണം. സത്യം പറഞ്ഞ ഇതുപോലൊരു നാടും ഇതുപോലൊരു ഗവൺമെൻറ്റും അതിനൊത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളും സത്യം പറഞ്ഞാൽ 100% വേസ്റ്റ് കാര്യങ്ങളാണ് റൂൾസ്. ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ റൂൾസും കൊണ്ട് കേരളത്തിൽ MVD തലങ്ങും വിലങ്ങും അവിടെ ഇവിടെ നിൽപ്പുണ്ട്. എനിക്കൊന്ന് പ്രത്യേകിച്ച് കൊല്ലത്തെ കുറേ MVDകൾ സത്യം പറയല്ലേ, ഒന്നും പറയാനില്ല. ഇവിടുത്തെ റൂൾസിനെ പറ്റി ഒന്നും പറയാനില്ല. നമ്മളെല്ലാം അനുഭവിക്കുകയും ചെയ്യാവും. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളൊന്നും മിണ്ടിക്കൂടാ. നമ്മൾ ഒരു കാര്യം പോലും നമ്മൾ മിണ്ടിക്കൂടാ. അവിടെ നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയും. നമുക്ക് പൈസ ഉണ്ടെങ്കിലും നമുക്ക് രാഷ്ട്രീയ ഇടപാടുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടെങ്കിലും മിണ്ടാം, ഒരു കുഴപ്പമില്ല. പോലീസ് അടുത്ത് തർക്കിക്കുകയോ എന്തെങ്കിലും ചെയ്യാം, പൈസയും രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഒരു മിഡിൽ ക്ലാസ് ഒരു ആളാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയും ഒരു വണ്ടി മേടിച്ച് EMIക്ക് ഒരു വണ്ടി മേടിച്ചിട്ട് അതിനകത്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലിവർ ഗാർഡ് വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു വൈസർ വെക്കുന്നതോ ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് കണ്ട് അവന്മാരെ എങ്ങനെ പിഴിയാന്ന് ആലോചിച്ച് കിടക്കുന്ന കുറേ MVD. സീരിയസ്ലി സത്യം പറയാമല്ലേ, നമ്മളൊന്നും മിണ്ടിക്കൂടാ. ഞാൻ അവിടെ മിണ്ടിയതാണ് അവിടെ അത്രയും പ്രശ്നമായത്. ഞാൻ അവിടെ മിണ്ടിയത് കൊണ്ട് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ 2 മണിക്കൂർ പിടിച്ച് നിർത്തിയിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ സംസാരങ്ങളും കുറേ ലോജിക്കില്ലാത്ത കുറേ നിയമങ്ങളും കൊണ്ട് മുന്നിട്ടേക്കുക. വണ്ടി മേടിച്ച് സ്റ്റോക്കിന് തന്നെ കൊണ്ടു നടക്കണം. ഒരു ഫോൺ മേടിച്ച് നമ്മൾ ടെമ്പർ ഗ്ലാസും അതേപോലെ നമ്മൾ പൗച്ചിട്ട് ഉപയോഗിക്കത്തില്ലേ. വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ക്രാഷ് ഗാർഡും അല്ലാതെ ലിവർ ഗാർഡും ഈ വൈസറൊക്കെ വെച്ച് എന്ത് തെറ്റാണ് ഇതിലൊക്കെ കാണുന്നത് നിങ്ങളത് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. വെറും ഒരു ലോജിക്കും ഇല്ലാത്ത വെറും യൂസ്ലെസ് ആയിട്ടുള്ള നിയമങ്ങൾ. എന്തായാലും കൊല്ലത്ത് വരുന്നവരും അല്ലാതെ കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവർ MVDയെ കാണുമ്പം ഇങ്ങനെയുള്ള കുറേ മണ്ടത്തരമായിട്ടുള്ള വിവരക്കേടുള്ള കുറേ റൂൾസ് ഉണ്ട്, നിയമങ്ങൾ അവന്മാർ പറയും. അതുകൊണ്ട് വണ്ടി എല്ലാം സ്റ്റോക്കിൽ കൊണ്ടെടുക്കാൻ ശ്രമിക്കുക. സാർ പറഞ്ഞതാണ് കറക്റ്റ്. ലിവർ ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ വഴി പോകുന്നവരുടെ സാരി കുടുങ്ങി ആക്സിഡൻ്റ് ഉണ്ടാവും. സമ്മതിച്ചു സാർ. ഇതുപോലുള്ള ബുദ്ധിപരമായ പുതിയ നിയമങ്ങൾ നാടിന് സമർപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മടുത്തുപോയി സത്യമല്ല. കേരളത്തിൽ ഞാൻ വന്ന് മടുത്തുപോയി ഞാൻ സത്യം പറഞ്ഞാൽ. ഒരുമാതിരിയാണ് ഇവിടെ. എല്ലാവരും വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്കും. കേരളം വിട്ടുപോകും ഫസ്റ്റ്, ഇല്ലെങ്കിൽ രാജ്യം വിട്ടുപോകും. കേരളം വിട്ടുപോയാലേ പാതി ആശ്വാസം കിട്ടും. അപ്പോൾ എല്ലാവരും MVDയൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയും കണ്ടും പോകണം. ഇവർ ഏത് കാരണത്തിലാണ് പറയുന്നത്, ചിലപ്പം എവിടെയെങ്കിലും ചെളിയെറിച്ചിരുന്ന വേണേൽ അവർ അതിന് വരെ പെറ്റിയടിച്ച് വിടുന്ന കുറേ നാറിയ MVD ഉദ്യോഗസ്ഥന്മാരുണ്ട്. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തർക്കിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എനിക്ക് എപ്പോഴെങ്കിലും കൈ കിട്ടും, അന്ന് നിനക്ക് ഞാൻ വെച്ച് പണി തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരും കുറേ പേരുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ മിഡിൽ ക്ലാസ്സുകാരാണെങ്കിൽ നമ്മുടെ തലയിൽ കഞ്ചാവോ മയക്കുമരുന്നോ എന്തെങ്കിലും പെട്ടി കഴിഞ്ഞിട്ട് അതെടുത്ത് നമ്മുടെ തലയിട്ട് എവിടെയെങ്കിലും വെച്ച് എഴുതി തന്നു കഴിഞ്ഞാൽ നമ്മൾ കത്ത് കിടക്കും. നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നമ്മളെ ഇറക്കാനും ആരും കാണത്തില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആരും കാണത്തില്ല. സമൂഹം വരെ നമ്മളെ എതിർത്ത് പറയും. ഒരു സ്പോർട്സ് ബൈക്കോ അല്ലെങ്കിൽ നേക്കിട് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു വില കൂടി ബൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പയ്യെ പോയാലും ആൾക്കാർ പറയും ഓവർ സ്പീഡാണ്. കുറേ നാട്ടുകാരും ഉണ്ട്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയപ്പം അത് എതിരെ വന്നൊരു സ്ത്രീയുടെ മിസ്റ്റേക്കായിരുന്നു. ആ സ്ത്രീ കൊണ്ടുവന്ന് കയറിയതാണ്. എന്നിട്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് അവരെ ആശുപത്രി കൊണ്ടുപോകാം. എന്തു നിങ്ങൾ ഓവർ സ്പീഡായിരുന്നു, അവനാണെങ്കിൽ പയ്യെ വന്നത്. എന്നിട്ട്
അവനെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തും. അവനും എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയിട്ട് ഇതിനൊക്കെ നാട്ടിലെല്ലാം കൂടെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ അവിടെ, ആ ഓട്ടോക്കാരൻ ചേട്ടൻ ആരാണെങ്കിലും ഭയങ്കര താങ്ക്സ്. കാരണം ആ ഓട്ടോ ചേട്ടൻ മാത്രം വന്ന് അവന്മാരെ അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്തു. ബാക്കി എല്ലാവരും ആ ഒരു ഗേളായതുകൊണ്ട്, വീണതൊരു പെണ്ണായതുകൊണ്ട് ഇവന്മാരെ കുറ്റം പറഞ്ഞ്, ഇവന്മാർ ഓവർ സ്പീഡാണ്, ഇവന്മാർ അങ്ങനെ സ്പീഡിലാണ് വന്നത്, ഇവന്മാരൊന്നും പയ്യെ പോത്തില്ല, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയും. ഇത് കണക്കത്തെ കുറേ നാട്ടുകാരും അത് കണക്ക് തന്നെ കുറേ ഉപയോഗമില്ലാത്ത കുറേ എന്ത് റൂൾസാണെന്ന് അതും കൊണ്ട് നടക്കുന്ന കുറേ MBDകൾ. അപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുക, MBDകൾ കൈയിട്ട് വാരാൻ ആൾക്കാർ പാവപ്പെട്ടവന്മാരെ ഊറ്റാൻ വേണ്ടിയിട്ട് റോഡിൽ നിരന്ന് നിൽപ്പുന്നുണ്ടായിരിക്കും. എല്ലാവരും സേഫായിട്ടൊക്കെ പോവാം. ടാറ്റാ, ബൈ ബൈ.